കെഎസ്ഇബി ജീവനക്കാർക്ക് പെൻഷൻ നൽകുന്നത് സംബന്ധിച്ച് രേഖാമൂലം ഉറപ്പ് നൽകുമെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. കെഎസ്ഇബിയെ കമ്പനിയാക്കുമ്പോൾ സ്വകാര്യ പങ്കാളിത്തം ഉണ്ടാകില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. LDF ഭരണകാലത്ത് കെഎസ്ഇബിയെ ഒരു കമ്പനിയാക്കാനാണ് തീരുമാനിച്ചിരുന്നത്. ആ തീരുമാനം തന്നെയാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നതെന്നും മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. UDF സർക്കാരിന്റെ ഭരണകാലത്ത് കെഎസ്ഇബിയെ 3 കമ്പനികളാക്കില്ല എന്നും ആര്യാടൻ മുഹമ്മദ് കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ഞാൻ ഗ്യാരണ്ടി ഉറപ്പ് അവർക്ക് കൊടുക്കും. ബൈ എഗ്രിമെന്റ് മൂലമറ്റം പവർ ഹൌസിൽ പൊട്ടിത്തെറിയുണ്ടായത് മെഷീനുകളുടെ മൂലമെന്നാണ് പ്രാഥമിക നിഗമനം. പൊട്ടിത്തെറിയെക്കുറിച്ച് കെഎസ്ഇബി വിജിലൻസ് വിഭാഗം അന്വേഷിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് വളരെയധികം പഴക്കം ചെന്ന മെഷീൻസ് 35 കൊല്ലാണ് ഇതിൻ്റെ കാലാവധി. അത് കഴിഞ്ഞതാണ് പലതും. അപ്പം ഞങ്ങളിപ്പം ഇത് റിനോവേഷൻ നടത്തേണ്ട കാര്യമാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിനൊരു പ്രോജക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ലിസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാധവ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളിൽ വസ്തുതയുണ്ട്. എന്നാൽ ഇത് പൂർണ്ണമായും നടപ്പിലാക്കിയാൽ സംസ്ഥാനത്തെ വികസന പദ്ധതികൾ നിലയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജയ്ഹിന്ദ് ന്യൂസ്, തിരുവനന്തപുരം. വൈദ്യുതി ബോർഡിനെ കമ്പനിയാക്കി സർക്കാർ വിജ്ഞാപനമിറക്കി. ഒരു കമ്പനിക്ക് കീഴിൽ 3 ബിസിനസ് യൂണിറ്റുകളാക്കി തിരിച്ചുകൊണ്ടാണ് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. സ്വകാര്യവൽക്കരണത്തിലൂടെ ലാഭം നേടുകയാണ് കമ്പനിയുടെ ചുമതല.